മഹാദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ അനുഗ്രഹീതമായ വിടുതലുകളെക്കുറിച്ച് സാക്ഷ്യം പ്രസ്താവിപ്പാൻ ദൈവമൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1991 വരെയും ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ചു വന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുവാനിടയായി തീർന്നു. എൻ്റെ മാതാവ് എന്നെ ഗർഭിണിയായിരുന്ന ആ നാളുകളിൽ മുതൽ അതിശക്തമായിരിക്കുന്ന പൈശാചികബാധയാൽ ബാധിക്കപ്പെട്ട് അതോടുകൂടെ ശാരീരികമായ ക്ലേശങ്ങളും രോഗങ്ങളും അടിക്കടി മാതാവിനെ തളർത്തി. 1990 മാതാവിന് 57-ാമത്തെ വയസ്സിൽ ശരീരം തളർന്ന് രോഗശയ്യയിൽ കിടക്കുവാനിടയായി തീർന്നു. ഭക്ഷണം കഴിക്കുവാനോ എഴുന്നേറ്റ് നടക്കുവാനോ കഴിയാതെ വണ്ണം തീരെ ശാരീരികമായ അവശതയിൽ താനായി തീർന്നു. ആ സന്ദർഭങ്ങളിൽ മകൻ എന്ന നിലയിൽ ഞാൻ വസിക്കുന്നതായി ചുരുളി എന്ന് പറയുന്ന സ്ഥലത്ത്, കഞ്ഞിക്കുഴി പഞ്ചായത്തിലുള്ള ചുരുളി എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഭവനത്തിൽ പ്രിയമാതാവിനെ കൊണ്ടുവരികയും ഞാനും എൻ്റെ ഭാര്യയും പ്രിയമാതാവിന് നാനാവിധമായ ചികിത്സകൾ മുൻകാലങ്ങളിൽ എൻ്റെ പിതാവ് ചെയ്തു വന്ന ചികിത്സയ്ക്ക് പുറമെ പല അലോപ്പതി ഡോക്ടർമാരെയും കാണിച്ചു. ഒടുവിൽ അവർ പറഞ്ഞു, ഈ മാതാവിന് ഇനി യാതൊരു വിധമായിരിക്കുന്ന നിലയിലും ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു സൗഖ്യം ഉണ്ടാകുകയില്ല എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ മാതാവിനെ ഭവനത്തിലോട്ട് കൊണ്ടുവന്നു. എന്നാൽ അതിനു മുന്നമേ തന്നെ പലപ്പോഴും രോഗിയായി തീർന്ന് അപസ്മാരത്തിൻ്റെ ബാധ ഇളകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പിതാവ് ഈ കേരളത്തിലുള്ള അനേക മാന്ത്രികന്മാരായിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് പ്രിയ മാതാവിന് ഒരു വിടുതൽ കിട്ടുമെന്ന വിശ്വാസത്തോടെ കടന്നുപോയി കാണിക്കുവാനിടയായി തീർന്നു. നാനാജാതി മതസ്ഥരായിരുന്ന പുരോഹിതന്മാർ അതുപോലെ തന്നെ മാന്ത്രികന്മാരൊക്കെയും ഈ മാതാവിൻ്റെ പൈശാചികബാധയിൽ ഭയന്ന് പുറകോട്ട് മാറിയ സന്ദർഭങ്ങൾ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഒടുവിൽ മാതാവ് 1990 അവസാനമായപ്പോഴേക്കും മരിച്ചു പോകുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നു. അങ്ങനെയിരിക്കെ എൻ്റെ ഭാര്യ മാതാവിന് മരുന്ന് വാങ്ങേണ്ടതിന് മിക്കവാറും കടന്നു പോകുമ്പോൾ പെന്തക്കോസ്ത വിശ്വാസത്തിലുള്ള മറിയാമ്മ എന്ന് പറയുന്ന ഒരു മാതാവ് പ്രിയ എൻ്റെ ഭാര്യയോട് സാക്ഷ്യം പറഞ്ഞു, നിങ്ങൾ എവിടെ പോവുകയാണ്? എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ല, മരുന്ന് വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ ആ പ്രിയ മാതാവ് ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു മാനസിക രോഗിയായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ തൊട്ടതിന് ശേഷം എനിക്ക് യാതൊരു മരുന്നും എടുക്കേണ്ടതായി വന്നിട്ടില്ല. നിങ്ങൾ ഈ കർത്താവിൻ്റെ കൃപയിലൊന്ന് ശരണപ്പെട്ട് പ്രാർത്ഥന നടത്തിയാൽ ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഹിന്ദു സമുദായത്തിലായിരുന്നെങ്കിലും എൻ്റെ ഭാര്യ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോട് ഇപ്രകാരം പ്രിയ മാതാവ് പറഞ്ഞ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ തീരുമാനിച്ചു, മരണശൈലിയിലാണല്ലോ എൻ്റെ മാതാവ്, അപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയിൽ പ്രാർത്ഥന നടത്തുവാൻ എൻ്റെ പിതാവിനെയും കൂട്ടി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭവനത്തിൽ കർത്താവിൻ്റെ ദാസൻ NJ സ്കറിയ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനും അവിടെ കൂടി വരുന്ന സഭാംഗങ്ങളായിരിക്കുന്ന പലരും ചേർന്ന് വന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോൾ അസാധാരണമായൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു ചൈതന്യം പ്രിയ മാതാവിന് വരികയും അതിനുശേഷമായി ചില ആഴ്ചകൾക്ക് ശേഷമായി പാസ്റ്റർ PJ പത്രോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഉപദേശപ്രകാരം 3 ദിവസക്കാലം ഉപസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 3-ാമത്തെ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ സമയം 3:30 ആയപ്പോൾ പ്രിയ മാതാവിനെ കർത്താവിൻ്റെ ദാസൻ ആത്മനിറവിൽ വളരെ വിശ്വാസത്തോടെ
ഉറച്ച ശബ്ദത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞ് കയ്യേൽ പിടിച്ച് ശക്തമായി എഴുന്നേൽപ്പിച്ചപ്പോൾ പ്രിയ മാതാവ് കാലുകൾക്ക് ബലമുള്ളവളായി വളരെ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം പ്രാപിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും, എനിക്കന്ന് ഒരു കുഞ്ഞേ ഉള്ളൂ, ആ കുഞ്ഞും ഞങ്ങൾ കുടുംബമായി രക്ഷിക്കപ്പെടുകയും ആ രക്ഷയുടെ അനുഭവത്തിൽ ഞങ്ങൾ വരികയും അതിനുശേഷം ഞാനൊരു സഭയിൽ ഇന്ത്യ പൂർണ്ണ സ്വതന്ത്ര സുവിശേഷ സഭ എന്ന് പറയുന്ന സഭയിൽ കടന്നുപോയി ദൈവത്തെ ആരാധിച്ച് കുടുംബമായി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നത്. ആ പ്രത്യേക അനുഭവത്തിലൂടെ ഓരോ ദിനവും ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അസാധാരണമായൊരു വാഞ്ച, ഒരാഗ്രഹം, ഒരു പ്രത്യേക ആകർഷണ വലയത്തിൽ ഞങ്ങൾ അകപ്പെട്ടതുപോലെ ആ ദൈവത്തിലേക്ക് ആഴമായി തിരിഞ്ഞു. ഞങ്ങൾ വളരെ പ്രത്യാശയോടെ ദൈവത്തെ ആരാധിച്ചു വരികയും ആ സഭയിൽ ചില വർഷങ്ങൾ സെക്രട്ടറിയായി ഇരുന്നതിന് ശേഷമായി ഞാൻ ദൈവദാസന്മാരുടെ കൈവെപ്പിനാൽ സഭയുടെ ഒരു പ്രവർത്തകനായി കർത്താവിനെ വേർതിരിച്ചു. അങ്ങനെ സഭയുടെ പ്രവർത്തകനായി അട്ടിക്കുളം എന്ന സ്ഥലത്ത് കേവലം 2 വിശ്വാസികൾ മാത്രമുള്ളപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ദൈവവേല ഏറ്റെടുക്കുകയും വളരെ കണ്ണുനീരോടും ആത്മാർത്ഥതയോടും കൂടി പ്രാർത്ഥിച്ചു. ഏതാണ്ട് 70ഓളം വിശ്വാസികൾ ആലയത്തിൽ കടന്നു വരികയും ഞങ്ങൾ ആത്മീയമായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ച് ദൈവത്തിൻ്റെ അതുല്യമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാനിടയായി തീർന്നു. ദൈവം അവൻ്റെ മഹത്വം എളിയവരായ ഞങ്ങളിലൂടെ യാതൊന്നും ഈ ക്രിസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്തീയമായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് അറിയില്ലാതിരുന്ന കേവലം ഹിന്ദു സമുദായക്കാരനായിരുന്ന എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ജീവിതത്തിൽ അതിശക്തമായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. അങ്ങനെ നാളുകൾ മുന്നോട്ട് കടന്നു വന്നു. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എളിയവനായ അടിയന് ദൈവം കൃപ നൽകി. അനേകർ സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുപോലെ തന്നെ പലവിധമായ വിഷയങ്ങളാൽ, കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, അതുപോലെ പൈശാചിക ബാധകളാലൊക്കെയും ബാധിക്കപ്പെട്ട് തകർന്നുകൊണ്ടിരുന്ന അനേക കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവസ്നേഹത്തോടും കൂടി കടന്നുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൈത്താങ്ങൾ കൊടുക്കുവാനും അവരിൽ പലരും വിശ്വാസത്തിൽ കടന്നു വരുവാനും വലിയവനായ ദൈവം കൃപ നൽകി. ഇന്ന് അതിനുശേഷം എനിക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഞങ്ങളെല്ലാവരും കുടുംബമായി രക്ഷയുടെ അനുഭവത്തിൽ ഇന്ന് ഞാൻ ഇടുക്കി ജില്ലയുടെ തലസ്ഥാനമായ പവനാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ വന്നിട്ട് 15ഓളം വർഷങ്ങൾ പിന്നിട്ടു. അനേക വിശ്വാസികൾ കടന്നു വരികയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകർക്ക് പലവിധമായ നിലകളിൽ ദൈവത്തിൻ്റെ അതുല്യമായിരിക്കുന്ന പ്രവൃത്തികൾ ജീവിതത്തിൽ രുചിച്ചറിയുവാനും ഇടയായി തീർന്നത് എളിയവർ കാണുവാനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എളിയവരോട് കുടുംബമായി കൂടെ ഇരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെയും വിവാഹിതരായി അവർക്ക് മക്കൾ ഉണ്ട്. വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിയവൻ്റെതായ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടാത്ത വ്യക്തികളാണെങ്കിൽ ഏകസത്യ ദൈവമായ കർത്താവ് മാത്രമേ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വില കൊടുത്ത് മനുഷ്യനെ കരം പിടിച്ച് അവനായിരിക്കുന്ന ഏതവസ്ഥയിൽ നിന്നും വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ ഉരപ്പിൽ മറ്റൊരു നാമവുമില്ല എന്നുള്ള അതുല്യമായ ആ വചനപ്രകാരം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അപ്പോസ്തല പ്രവൃത്തി 16:31 വായിക്കുന്ന പോലെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനപ്രകാരം സമ്പൂർണമായി ജീവിതയാത്രയിൽ ആ ദൈവത്തോടുകൂടെ നിത്യമായിരിക്കും സ്നേഹം, നിത്യമായിരിക്കും സമാധാനം, നിത്യമായ സന്തോഷം ഈ ഭൂമിയിൽ തന്നെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനവധി നിരവധി ശക്തമായിരിക്കുന്ന വാഗ്ദാനങ്ങൾ, മരണം, മരണാനന്ത ജീവിതം, അതിനപ്പുറത്ത് നിത്യമായൊരു രക്ഷ, നിത്യമായൊരു സ്വർഗം പ്രാപിക്കേണ്ടതിന് ദൈവം ഒരുക്കിയിട്ടുള്ള ആ പ്രത്യാശയാൽ ഇന്നും ഞങ്ങൾ ആ കർത്താവിനെ ആരാധിച്ചും സേവിച്ചും ദൈവം ഏൽപ്പിച്ച വേലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്
ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും വിനയത്തോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്രകാരം പറയുവാൻ കൃപ തന്ന ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അപ്രകാരം എനിക്ക് അവസരമൊരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഇമ്മാനുവേൽ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.